ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ ശരിക്കും ഇതിന് എത്ര എമൗണ്ട് വരിക എന്നുള്ളത്. എന്താ വെച്ചാൽ അവര് ചില ആളുകളെ കോൺടാക്ട് ചെയ്ത് നോക്കുമ്പോൾ അവർ 12,000 രൂപ പറയും, ചില ആളുകളെ കോൺടാക്ട് ചെയ്യുമ്പോൾ 6,500 6,800 പറയും. പിന്നെ അവർ ഇതിനെ പറ്റി ഇങ്ങനെ ഓരോരോ ആഡ് കാണുന്ന സമയത്ത് 650 റുപ്യ 1000 റുപ്യ 750 റുപ്യ 300 റുപ്യ വരെയുള്ള ആഡുകൾ ഫേസ്ബുക്കിലുണ്ട്. അപ്പൊ ഇത് കാണുമ്പോൾ ക്ലയന്റ്സിന് തന്നെ ഒരു ഡൗട്ടാണ്, ഇതിനിപ്പം എന്താണ് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് എന്നുള്ളത്. മേജർലി കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു 6,000 സംതിങ്ങിനൊക്കെ ചെയ്യുന്ന ആളുകളാണ് കൂടുതലും ഉള്ളത്. ഒരു ട്രസ്റ്റബിൾ ആയിട്ടുള്ള സ്ഥാപനങ്ങളൊക്കെ അറൌണ്ട് ഒരു 6 to 7 ഒക്കെ ആയിരിക്കും അവരുടെ റേറ്റ് ഉണ്ടാവുക. ഇത് നിങ്ങൾ ഈ കാണുന്ന 750 റുപ്യ 1000 റുപ്യ 200 റുപ്യന്റെ ആഡൊക്കെ ഫുള്ള് നോർത്ത് ഇന്ത്യൻസിന്റെ ആഡാണ്. അതായത് ചിലപ്പം ഇതിന്റെ മേജർ പരിപാടി എന്താ വെച്ചാൽ ഒരാൾ ഈ ആഡിന് റെസ്പോണ്ട് ചെയ്ത് 750 റുപ്യക്ക് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടേക്ക് ഇയാൾ പോയിട്ടുണ്ടാവുക, മെസ്സേജ് അയച്ച് അവർ 750 വാങ്ങി, ഉടനടി അടുത്ത പവർ ഓഫ് അറ്റോർണി കാര്യങ്ങൾ അയച്ചു കൊടുത്ത് ഇതിന്റെ ചലാൻ ഫീസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അടുത്ത സ്റ്റേജിൽ ഒരു പേയ്മെന്റ് വരും. അതൊരു 5,500 6 ഉണ്ടാവും. ഇനി ചില കേസസിൽ ഉണ്ട് ഈ 750 റുപ്യ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു അഡ്രസ്സും ഉണ്ടാവില്ല, പിന്നെ അങ്ങോട്ട് വിളിച്ചാലും കിട്ടൂല. ഇങ്ങനത്തെ കേസസ് ഉണ്ട്. നല്ലത് ഒന്നെങ്കിൽ നിങ്ങൾ ട്രേഡ് മാർക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ ആ ഫേമിന്റെ മുന്നേ ഉള്ള ഒരു ട്രാക്ക് റെക്കോർഡ് ഒക്കെ നോക്കുക. അതിന്റെ ശേഷം മാത്രം നിങ്ങൾ അപ്ലിക്കേഷൻ അവർ ത്രൂ പ്രൊസീഡ് ചെയ്യാം. അല്ലാതെ പേയ്മെന്റ് മാത്രം നോക്കിയിട്ട് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളെ ട്രേഡ് മാർക്ക് അപ്ലിക്കേഷൻ ഒരു അറ്റോർണിനെയോ ഒരു ട്രേഡ് മാർക്ക് ഏജന്റിനെയോ ഏൽപ്പിക്കരുത്. നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്യുക ഈ ഫേം എവിടെ ഉള്ളതാണ്, അവർക്ക് ഓഫീസ് നാട്ടിലുണ്ടോ, ഉണ്ടെങ്കിൽ അവർ ഇതിന്റെ മുന്നേ ചെയ്ത ട്രേഡ് മാർക്കിന് അവരെ ഗൂഗിൾ റിവ്യൂ എന്താണ്, ഇതൊക്കെ നമുക്ക് ഇന്ന് ഇന്റർനെറ്റിൽ അവൈലബിൾ ആണല്ലോ. ഈ 650 550 750 പറഞ്ഞു നിൽക്കുന്ന കേസ് കഴിയുന്നതും ഒഴിവാക്കുക. ഇതൊക്കെ ഉടായ്പാണ്. എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ ഈ 750 1000 ഒക്കെ അയച്ചു കൊടുത്തിട്ടുള്ള ആളുകൾ ചിലപ്പോൾ പിന്നെ വിളിക്കുന്ന സമയത്ത് ഭീമമായ എമൗണ്ടേക്കും പറയാം, ഒരു 6,500 8,000 റുപ്യ അയക്കണം എന്ന് പറയും. അല്ലാത്ത കേസത്തിൽ ചിലതിൽ വിളിച്ചാൽ ഫോൺ എടുക്കൂല. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു അവസ്ഥ. ഇപ്പൊ ട്രേഡ് മാർക്ക് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എവിടാണോ കൊടുക്കുന്നത് ആ കമ്പനിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ പ്രൊസീഡ് ചെയ്യാം.